നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ജലാശയങ്ങളിലേക്ക് ആകാശത്ത് നിന്ന് പ്രത്യേക സൈനിക ബോട്ടുകൾ പാരച്ചൂട്ടിൽ പറന്നിറങ്ങുന്നു. നിമിഷങ്ങൾക്കകം അതിൽ നിന്ന് കുതിച്ചുയരുന്ന കമാൻഡോകൾ ശത്രുപാളയം തകർത്ത് തരിപ്പണമാക്കുന്നു. കേൾക്കുമ്പോൾ ഹോളിവുഡ് സിനിമകളിലെ രംഗമാണെന്ന് തോന്നാമെങ്കിലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ മാരകമായ ഒരു തന്ത്രമാണിത്. പേര് ഡക്ക് ഡ്രോപ്പ്. രഹസ്യ ദൗത്യങ്ങൾക്കായി വിമാനങ്ങളിൽ നിന്ന് മിലിറ്ററി സ്പീഡ് ബോട്ടുകൾ വെള്ളത്തിലേക്ക് വിജയകരമായി ഇറക്കാൻ കഴിയുമെന്ന് ഔദ്യോഗികമായി തെളിയിച്ചിട്ടുള്ള ഏഷ്യയിലെ ഏക രാജ്യം ഇന്ത്യയാണ്. ഈ ഓപ്പറേഷനുകളിൽ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗങ്ങളായ ഗരുഡ് കമാൻഡോ ഫോഴ്സ്, പാരാ സ്പെഷ്യൽ ഫോഴ്സ് എന്നിവയിലെ സൈനികർ C-130J സൂപ്പർ ഹെർക്കുലീസ് പോലുള്ള വലിയ ചരക്ക് വിമാനങ്ങളിൽ നിന്ന് ശക്തമായ പ്രതലമുള്ള റബ്ബർ ബോട്ടുകൾക്കൊപ്പം പാരച്യൂട്ട് വഴി വെള്ളത്തിലേക്ക് ചാടിയിറങ്ങുന്നു. വെള്ളത്തിലിറങ്ങിയ ഉടൻ തന്നെ സൈനികർ ഈ ബോട്ടുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രദേശത്തേക്ക് അതിവേഗം രഹസ്യമായി കടന്നു കയറുകയും ചെയ്യും. റിജിഡ് ഹാൾ ഇൻഫ്ലൈറ്റബിൾ ബോട്ട് അഥവാ RHIB ബോട്ട് എന്നാണ് ഈ ബോട്ടിനെ അറിയപ്പെടുന്നത്. ഡക്ക് ഡ്രോപ്പ് എന്നാണ് ഈ ദൗത്യത്തെ വിളിക്കുന്നത്. തെഹ്രി ഡാം റിസർവോയർ പോലുള്ള വലിയ ജലാശയങ്ങളിൽ നടത്തിയ സൈനിക അഭ്യാസങ്ങളിലൂടെ ഇന്ത്യ ഡക്ക് ഡ്രോപ്പ് ശേഷി വിജയകരമായി പരീക്ഷിച്ച് തെളിയിച്ചിട്ടുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഗവേഷണ ലബോറട്ടറിയായ ADRD ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത പ്രത്യേകതരം ഹെവി പാരച്യൂട്ട് സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വിമാനങ്ങളിൽ നിന്ന് മിലിറ്ററി സ്പീഡ് ബോട്ടുകൾ വെള്ളത്തിലേക്ക് പാരച്യൂട്ട് വഴി ഇറക്കുന്നത് വളരെ അപൂർവവും അതോടൊപ്പം തന്നെ കഠിനവുമായ ഒരു രീതിയാണ്. ശക്തമായ പ്രതലമുള്ള ഇത്തരം റബ്ബർ ബോട്ടുകൾ തടാകങ്ങളിലോ നദികളിലോ കടൽ തീരങ്ങളിലോ നേരിട്ട് ഇറക്കുന്നതിലൂടെ നാവികസേനാ കപ്പലുകളുടെ സഹായമില്ലാതെ തന്നെ സൈനികർക്ക് ശത്രു മേഖലകളിലേക്ക് അതിവേഗം കടന്നു കയറാനും സാധിക്കും. രഹസ്യമായി നീങ്ങുന്നതിനും വേഗതയ്ക്കും മുൻഗണന നൽകേണ്ടി വരുന്ന അപകടകരമായ മേഖലകളിൽ ആക്രമിച്ചു കയറാൻ ഈ ഒരു തന്ത്രം വളരെയധികം ഫലപ്രദമാണ്. ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങളായ ഗരുഡ് കമാൻഡോ ഫോഴ്സും പാരാ സ്പെഷ്യൽ ഫോഴ്സും ഈ രീതിയിൽ പ്രധാനമായും പരിശീലനം നേടിയിട്ടുള്ളവരാണ്. രഹസ്യ യുദ്ധമുറകളിൽ ഇന്ത്യക്ക് സമാനതകളില്ലാത്ത ഒരു മേധാവിത്വമാണ് ഈ ഒരു തന്ത്രം നൽകുന്നത്. C-130J സൂപ്പർ ഹെർക്കുലീസ് പോലുള്ള വലിയ ചരക്ക് വിമാനങ്ങളാണ് ഇത്തരം ദൗത്യങ്ങൾ സാധ്യമാക്കുന്നത്. ഒരേ സമയം തന്നെ സ്പീഡ് ബോട്ടുകളെയും സൈനികരെയും കൃത്യതയോടെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ശേഷിയുള്ളവ കൂടിയാണ് ഈ കരുത്തുറ്റ വിമാനങ്ങൾ. ചെറിയതും പാകപ്പെടാത്തതുമായ റൺവേകളിൽ നിന്ന് പോലും പറന്നുയരാനും ഇറങ്ങാനും ഈ വിമാനത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള മാറ്റങ്ങളും രഹസ്യാത്മകതയും ആവശ്യമുള്ള ദൗത്യങ്ങൾക്ക് ഇത് വളരെയധികം അനുയോജ്യവുമാണ്. ഉത്തരാഖണ്ഡിലെ തെഹ്രി ഡാമിൽ നടത്തിയ സൈനിക അഭ്യാസങ്ങൾ ഈ തന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിർത്തിയിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു മാതൃകയിലുള്ള ഈ പരീക്ഷണങ്ങൾ. ശത്രുക്കൾ കാവൽ നിൽക്കുന്ന തടാകങ്ങളും നദികളും മുറിച്ചു കടന്ന് സൈനികർക്ക് എങ്ങനെ രഹസ്യമായി മുന്നേറാമെന്ന് പരിശീലിക്കാനും ഈ ദൗത്യം സഹായിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ കീഴിലുള്ള ഗവേഷണ ലബോറട്ടറിയായ ADRD സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് ഭാരമേറിയ വസ്തുക്കൾ താഴേക്കിറക്കാൻ കഴിയുന്ന പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിമാനങ്ങളിൽ നിന്ന് 20 ടൺ വരെ ഭാരമുള്ള ഉപകരണങ്ങൾ പാരച്യൂട്ട് വഴി സുരക്ഷിതമായി താഴേക്കിറക്കാനും ഈ പ്ലാറ്റ്ഫോമിന് ശേഷിയുണ്ട്. മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ നടത്തിയ പരീക്ഷണങ്ങൾ 2 വലിയ 28 അടി ഉയരമുള്ള പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വിമാനങ്ങളിൽ നിന്ന് സപ്പോർട്ട് സംവിധാനങ്ങളും യുദ്ധോപകരണങ്ങളും താഴേക്കിറക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തെളിയിച്ചു. ഭാരമേറിയ വസ്തുക്കൾ താഴേക്കിറക്കുന്ന ഇത്തരം എയർ ഡ്രോപ്പ് സംവിധാനങ്ങൾ വിജയകരമായി പരീക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രങ്ങളും പ്രാദേശിക വ്യവസായങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ ഏറെ മുന്നേറുകയാണെന്നും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഏഷ്യയിൽ ഈ കഴിവ് സ്വന്തമായുള്ള ഒരേയൊരു രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത നേട്ടമാണ് രാജ്യത്തിന് ഇക്കാര്യത്തിലുള്ളത്. മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് മികച്ച കമാൻഡോ വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിമാനത്തിൽ നിന്ന് സ്പീഡ് ബോട്ടുകൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ കഴിയുമെന്ന് അവരാരും ഇതുവരെ പരസ്യമായി തെളിയിച്ചിട്ടില്ല. കഠിനമായ പരിശീലനം, വലിയ ചരക്ക് വിമാനങ്ങൾ, സ്വന്തം സാങ്കേതിക വിദ്യ എന്നിവ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഇന്ത്യ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു.